നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. ഒന്നിലധികം ഗ്രഹങ്ങൾ സ്വക്ഷേത്ര ബലവാന്മാരായി നിലകൊള്ളുകയാണ്. അനേകം യോഗങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് സംഭവിക്കുകയാണ്. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ സമയം. ഗ്രഹങ്ങളെല്ലാം അനുകൂലത്തിലാകുമ്പോൾ മനുഷ്യർക്ക് അത് നല്ല കാലമാണ്. അത്തരത്തിൽ ആർക്കൊക്കെ നല്ല കാലമാണ്, ഏതൊക്കെ ഗ്രഹങ്ങളാണ് നല്ല ഫലങ്ങൾ നൽകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ശശമഹാരാജയോഗം, മാളവ്യ രാജയോഗം, രുചകയോഗം എന്നിങ്ങനെ 5 മഹായോഗങ്ങളുള്ള പഞ്ചമഹായോഗങ്ങളിൽ 3 ഒരേപോലെ ഒരേ സമയത്ത് ഏകദേശ കാലയളവിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് അത് ഗുണപ്രദമാണ്. എല്ലാ രാശിക്കാർക്കും അനുകൂലത്തിൽ തന്നെയാണ്. ഒരു മനുഷ്യൻ സ്വസ്ഥമായിട്ട് മനസമാധാനത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി നല്ല ഫലങ്ങളെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള രാശിയിൽ അവർക്ക് സ്വസ്ഥചിത്തരായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ലതേ ചെയ്യുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും, എല്ലാ രാശിക്കാർക്കും കിട്ടും, എല്ലാ നക്ഷത്രക്കാർക്കും ഈ സമയത്ത് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫലങ്ങൾ ആർക്കൊക്കെ കിട്ടും, ഏതൊക്കെ യോഗങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ശനി ഇപ്പോൾ കുംഭം രാശിയിൽ സ്വക്ഷേത്രത്തിലാണ്. ശനി കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്നവർക്ക് ശശമഹായോഗമാണ്. മെയ് 19 ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാളവ്യയോഗ കർത്താവായിട്ട് എത്തുകയാണ്. ജൂൺ 1 തീയതിയോടുകൂടി ചൊവ്വ രുചകയോഗ കർത്താവായിട്ട് മേടൻ രാശിയിലേക്ക് എത്തുകയാണ്. ഇത്തരം യോഗങ്ങളുള്ളവർക്ക് ദീർഘായുസ്സും ഉന്നതങ്ങളിൽ എത്താനും ധനസമ്പാദനത്തിനുമുള്ള സാധ്യതകളുണ്ട്. ഇത്തരം യോഗങ്ങൾ ഗോചരവശാലും സംഭവിക്കുമ്പോൾ അങ്ങനെ യോഗങ്ങളുള്ളവർക്കും ആ ഗ്രഹങ്ങളൊക്കെ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കും നിരവധിയായിട്ടുള്ള അനുകൂല മാറ്റങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. അത്തരത്തിൽ നമുക്ക് എല്ലാ രാശിക്കാർക്കും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇടവൻ രാശിക്കാർക്ക് രാശിയാധിപനായിട്ടുള്ള ശുക്രൻ മാളവ്യയോഗ കർത്താവായിട്ട് ഇടവൻ രാശിയിൽ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. തൊഴിൽ കാര്യത്തിൽ അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ഇടവക്കൂറുകാരെ തേടിയെത്തിയേക്കാം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് പ്രമോഷനും ശമ്പള വർധനയും ഒക്കെ പ്രതീക്ഷിക്കാം. കൂടാതെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാർക്കും അനുകൂല സമയമാണ്. ഭാഗ്യത്തിന്റെ തുണ എല്ലായ്പ്പോഴും ഇടവക്കൂറുകാർക്കുണ്ടാകും. പിതാവുമായിട്ടുള്ള ബന്ധം സുദൃഢമാകുന്ന സമയമാണ്. അടുത്തത് മകരൻ രാശിക്കാർക്കാണ് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ളത്. മകരൻ രാശിയുടെ അധിപനായിട്ടുള്ള ശനി ശശമഹായോഗം ചെയ്ത് 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ചൊവ്വ 4ാം ഭാവത്തിൽ രുചകയോഗ കർത്താവായിട്ട് നിൽക്കുകയാണ്. ശുക്രൻ 5ാം ഭാവത്തിൽ മാളവ്യയോഗ കർത്താവായിട്ട് നിൽക്കുകയാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗത്തിലൊക്കെ പുതിയ പ്രോജക്റ്റുകൾ വരാനും അതിൽ നിന്ന് വൻതോതിൽ ലാഭം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. കൂടുതൽ പണം സമ്പാദിക്കാനും ഭാവിയിലേക്ക് കരുതി വെക്കാനും ഒക്കെ ഈ സമയത്ത് അവസരങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനയും ഒക്കെ പ്രതീക്ഷിക്കാം. മകരൻ രാശിക്കാരുടെ ആശയവിനിമയ ശേഷിയും മറ്റുള്ളവരെ വശീകരിക്കാനുള്ള കഴിവും ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ്. സ്വപ്നതുല്യമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ യോഗങ്ങളൊക്കെ തുലാം രാശിക്കാർക്കും ഗുണപ്രദമാണ്. തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത്. 8ാം രാശിയിലാണെങ്കിൽ പോലും വളരെയേറെ നേട്ടങ്ങൾ അത് നൽകും. 7ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, 5ാം ഭാവത്തിൽ ശനിയുണ്ട്. ബന്ധുഗ്രഹമായിട്ടുള്ള ശനിയും അനുകൂലത്തിലായതോടുകൂടി തുലാക്കൂറുകാർക്കും സ്വപ്നതുല്യമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ ലഭിച്ചേക്കാം. തുലാം രാശിയിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. തുലാരാശിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവും പ്രമോഷനും ഒക്കെ ലഭിക്കാം. പുതിയ വാഹനം, വസ്ത്രങ്ങൾ, വസ്തുവകകൾ എന്നിവ വാങ്ങാനുള്ള അനുകൂല സമയം ഒത്തുചേരുന്നതാണ്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നേക്കാം. കലാകാരന്മാർക്ക് അനുകൂല സമയമാണ്. പൊതുവെ എല്ലാ മേഖലയിലും ഇവർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഉണ്ടാകും. അതേപോലെ തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചും അനുകൂല സമയമാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്.
രാശിയിൽ ശനിയും 3-ാം ഭാവത്തിൽ ചൊവ്വയും 4-ാം ഭാവത്തിൽ ശുക്രനും കുംഭക്കൂറുകാർക്ക് നിരവധി നേട്ടങ്ങളും ഭാഗ്യങ്ങളും നൽകും. അതേപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ചും ചൊവ്വ രാജയോഗ തുല്യമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. 2-ൽ ശുക്രനുണ്ട്, 11-ാം ഭാവത്തിൽ ശനിയുണ്ട്, നിരവധി നേട്ടങ്ങൾ നൽകും. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. അതേപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്കും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയാണ് എങ്കിൽ പോലും 7-ാം ഭാവത്തിൽ രാജയോഗ തുല്യമായിട്ട് ശനി നിൽക്കുന്നത് ഗുണങ്ങളും ലഭിക്കുന്നതിന് സഹായിക്കും. ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ യോഗഫലം നൽകുന്നു. 10-ാം ഭാവത്തിൽ ശുക്രൻ യോഗകാരകനായിട്ട് നിൽക്കുന്നു. നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ചിങ്ങക്കൂറുകാരെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. 7-ാം ഭാവത്തിൽ ശുക്രൻ രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടും 4-ാം ഭാവത്തിൽ ശനി യോഗകാരകനായിട്ടും ഒക്കെ നിൽക്കുന്ന സമയമാണ്. വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ രാശിക്കാർക്കും പൊതുവെ ഈ യോഗങ്ങളൊക്കെ ഗുണഫലത്തെ തന്നെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.